ഹായ് ഓൾ, മൈസെൽഫ് സി അക്ഷയ് കുമാർ. കുറച്ചു കാലം മുന്നേ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരു കാര്യം പറഞ്ഞിരുന്നു. സി എസ് സിഗ്നേച്ചർ ഈസ് മോർ പവർഫുൾ ദാൻ പ്രൈം മിനിസ്റ്റേഴ്സ് സിഗ്നേച്ചർ. സി എ കോഴ്സിനെ പറ്റി പറയുമ്പോൾ ഒപ്പിന് പൈസ കിട്ടുന്ന ഒരു ജോബ് എന്ന രീതിയിലാണ് പൊതുവെയുള്ള സംസാരം. ഈവൻ ഞാനും സി എക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒപ്പിന് പൈസ വാങ്ങിക്കാം എന്ന് വിചാരിച്ചാണ് ജോയിൻ ചെയ്തത്. അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും അറിയാണ്ട് തന്നെ ഞാൻ സി എക്ക് ജോയിൻ ചെയ്തു. പക്ഷേ സി എക്ക് ജോയിൻ ചെയ്തതിന് ശേഷമാണ് സി എനെ പറ്റിയിട്ടുള്ള പല ഡീറ്റെയിൽസും ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സി എ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറച്ച് കാലമായി ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് തന്നെ സി എനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ്. നമുക്കറിയാം, ഇവിടെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് കമ്പനീസ് ഓരോ ദിവസവും രജിസ്റ്റർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഓരോ കമ്പനിയും അവരുടെ അക്കൗണ്ട്സ് എന്ത് ചെയ്യണം? ഓഡിറ്റ് ചെയ്യണം. ഈ ഓഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മളുടെ കണക്കുകൾ ഉണ്ടാക്കുന്നു, ആ കണക്കുകളെ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഇതാണ് മെയിനായിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഇന്ത്യയിലുള്ള ഓരോ കമ്പനീസും എന്ത് ചെയ്യണം? ഓഡിറ്റ് ചെയ്യണം. ഇത് ഓഡിറ്റ് ചെയ്യാനുള്ള റൈറ്റ് ആർക്ക് മാത്രമേ ഉള്ളൂ? ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിന് മാത്രമേ ഉള്ളൂ. അതേപോലെ ഇപ്പോൾ കമ്പനിയുടെ കാര്യം വിടാം. ഫോർ എക്സാമ്പിൾ, ഒരാൾ മാത്രമുള്ള ഒരു സോൾ പ്രൊപ്പറേറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ആൾക്കാരുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആയിക്കോട്ടെ. സോ ഇങ്ങനെയുള്ള ഫേംസിനും എന്ത് വരാം? നമ്മൾ ഒരുപാട് ടേൺ ഓവറൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? അവർക്ക് ഒരുപാട് ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് ഒരുപാട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് സെയിൽസ് ഉണ്ടാകുന്ന സമയത്ത് അവരുടെ സെയിൽ ഒരു വർഷം ഒരു 1 crore കൂടുതലാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും ബുക്സ് എന്ത് ചെയ്യണം? ഓഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ടാക്സ് ഓഡിറ്റ് പറയും. അപ്പോൾ ഈ ടാക്സ് ഓഡിറ്റ് ചെയ്യാനുള്ള റൈറ്റും ആർക്ക് മാത്രമേ ഉള്ളൂ? ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പുറത്ത് പോകണമെന്ന് വിചാരിക്കുക. പുറത്ത് പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു നെറ്റ്വർക്ക് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. ഇത് സർട്ടിഫൈ ചെയ്യാനുള്ള റൈറ്റും ആർക്കേ ഉള്ളൂ? ഒരു ചാർട്ടേഡ് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു കമ്പനിയുടെ ഓഡിറ്റ്, അതേപോലെ ടാക്സ് ഓഡിറ്റ് ചെയ്യുക, നെറ്റ്വർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, അതേപോലെ ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് റിക്വയർമെൻ്റ് ഉള്ള ഒരു ജോബ് റോള് തന്നെയാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ സി എ കംപ്ലീറ്റ് ചെയ്യുന്നവരുടെ എണ്ണമാണെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്തൊക്കെയാണ് സി എ ജോയിൻ ചെയ്യാൻ പോകുന്ന ഓരോ കുട്ടികളും മനസ്സിലാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ സി എ എന്ന് പറയുന്ന കോഴ്സ് ജോയിൻ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റുമോ? അതേപോലെ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. യെസ്, പറ്റും. +2 കഴിഞ്ഞാണെങ്കിലും നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സി എക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ +2 നിങ്ങൾ കോമേഴ്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, അതേപോലെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഏത് സ്ട്രീമിൽ നിങ്ങൾ +2 പഠിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സി എക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ +2 കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സി എ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ആദ്യത്തെ കോഴ്സാണ്. നേരെ മറിച്ചിട്ട് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തതെങ്കിൽ സി എയുടെ 2ാമത്തെ ലെവലിലേക്കാണ് ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യുക. ഇപ്പോൾ സി എക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 ലെവൽസാണ് മെയിനായിട്ട് വരിക. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് സി എ ഫൗണ്ടേഷൻ, 2ാമത്തത് സി എ ഇൻ്റർ, പിന്നെ 3ാമത്തത് സി എ ഫൈനൽ. അപ്പോൾ അങ്ങനെ നിങ്ങൾ +2 കൊമേഴ്സ് ആയിക്കോട്ടെ, നോൺ കൊമേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. നിങ്ങൾ ഡയറക്റ്റ്ലി ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കോഴ്സായ സി എ ഫൗണ്ടേഷനാണ്. ഇപ്പോൾ സി എ ഫൗണ്ടേഷനിൽ ശരിക്കും പറഞ്ഞാൽ 4 സബ്ജക്ട്സ് ആണുള്ളത്. അപ്പോൾ ആ 4 സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് അക്കൗണ്ട്സ് ആണ്. നിങ്ങൾ കൊമേഴ്സ് സ്റ്റുഡൻസ് യൂഷ്വലി പഠിക്കുന്ന സബ്ജക്റ്റാണ് ഈ അക്കൗണ്ട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. ഇപ്പോൾ 2ാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലോ പേപ്പറാണ്. ഓക്കെ, ലോ പേപ്പർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്സ് സ്റ്റുഡൻസും പഠിക്കുന്നില്ല, ഈ നോൺ കൊമേഴ്സ് സ്റ്റുഡൻസും +2 വരെ പഠിക്കാത്തൊരു സബ്ജക്റ്റാണ്. അത് പുതിയതായിട്ട് സി എക്ക് ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് പഠിക്കാവുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ ഈ ലോയിൽ ശരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പനീസ് ആക്ട് പഠിക്കണം, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് പഠിക്കണം, പാർട്ട്ണർഷിപ്പ് ആക്ട് പഠിക്കണം, അങ്ങനെ കുറച്ച് കോൺട്രാക്റ്റ് ആക്ട് പഠിക്കണം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. 3ാമത്തെ സബ്ജക്റ്റാണ് ബിസിനസ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ലോജിക്കൽ റീസണിങ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ് +2 ലെവലിലുള്ള മാത്തമാറ്റിക്സ്, പക്ഷേ +2ൻ്റെ റേഞ്ച് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും റേഞ്ച് ഇല്ല. പക്ഷേ എന്നാലും നമുക്ക് ഏകദേശം ഒരു ബേസിക് മാത്തമാറ്റിക്സ് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയണം, അതേപോലെ ലോജിക്കൽ റീസണിങ്. സോ ഈ 3ഉം കൂടിയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റാണ് 3ാമത്തെ പേപ്പർ. 4ാമത്തെ പേപ്പർ എക്കണോമിക്സ് എന്ന് പറയും. ഇത് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊമേഴ്സ് സ്റ്റുഡൻസ് പഠിച്ച അക്കൗണ്ട്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസ് പഠിച്ച എക്കണോമിക്സ് ഉണ്ട്, സയൻസ് സ്റ്റുഡൻസ് പഠിച്ച മാത്സ് ഉണ്ട്. സോ 3 പേരും പഠിച്ച ഓരോ സബ്ജക്റ്റ് വിധമുണ്ട്. ആൻഡ് ഒരു അഡീഷണൽ സബ്ജക്റ്റ് എല്ലാവർക്കും കൂടി വേണ്ടി എന്തുണ്ട്? ലോയും കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 4 സബ്ജക്ട്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 4 സബ്ജക്ട്സിൽ ഫസ്റ്റ് 2 സബ്ജക്ട്സ് ഞാൻ പറഞ്ഞല്ലോ, അക്കൗണ്ട്സ് അതേപോലെ ലോ, ഈ 2 പേപ്പേഴ്സും ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സാണ്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതണം, കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. 100 മാർക്കിനും എഴുതേണ്ട പേപ്പറാണ് ഈ 2 പേപ്പേഴ്സ്. പക്ഷേ നേരെ മറിച്ചിട്ട് ബാക്കി 2 പേപ്പേഴ്സ്, ഓക്കെ, മാത്സ് ആയിക്കോട്ടെ അതേപോലെ എക്കണോമിക്സ് ആയിക്കോട്ടെ, ഈ 2 പേപ്പേഴ്സും
ഓക്കെ, ഒബ്ജക്റ്റീവായിട്ടുള്ള പേപ്പേഴ്സാണ്. അപ്പോൾ പേപ്പേഴ്സ് ഏതും ആയിക്കോട്ടെ, എല്ലാത്തിനും ടോട്ടലായിട്ട് മാർക്ക് വരുന്നത് 100 മാർക്സ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര മാർക്ക് വരും? 400 മാർക്കാണ് കംപ്ലീറ്റ് കോഴ്സിൻ്റെ മാർക്ക്. ഓക്കെ, ടോട്ടൽ മാർക്ക് വരാം. നമുക്ക് എത്ര മാർക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റിനും 40% വീതം മാർക്ക് വേണം. ടോട്ടലായിട്ട് നോക്കുമ്പോൾ 50% കിട്ടും വേണം. അതായത് നിങ്ങളിപ്പോൾ അക്കൗണ്ട്സ് ആയിക്കോട്ടെ, ലോ ആയിക്കോട്ടെ, ഈ 2 സബ്ജക്റ്റ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്, കംപ്ലീറ്റ് എഴുതും വേണം. നിങ്ങൾക്ക് മാർക്ക് മിനിമം 40 മാർക്കെങ്കിലും കിട്ടണം. ഇനി 3ാമത്തെ പേപ്പറും 4ാമത്തെ പേപ്പർ ആയിക്കോട്ടെ, ഈ 2 പേപ്പറിന് നിങ്ങൾക്ക് 40 മാർക്സ് മിനിമം കിട്ടണം. ഇത് ഒബ്ജക്റ്റീവ് പേപ്പറാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വെറുതെ 40 വെച്ചിട്ട് 4 സബ്ജക്റ്റിന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ എത്ര എത്തുള്ളൂ? 160 എത്തുള്ളൂ. പക്ഷേ കുറച്ച് പേർക്ക് ഈ സബ്ജക്റ്റ് ആയിരിക്കും ഈസി, കുറച്ച് പേർക്ക് വേറെ സബ്ജക്റ്റ് ആയിരിക്കും ഈസി. അപ്പോൾ നിങ്ങൾ ടഫായിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് 40-45 മാർക്കൊക്കെ എടുത്താൽ മതി. ബാക്കിയുള്ള സബ്ജക്റ്റിൽ നിങ്ങൾ 55-60 എടുക്കുക. ടോട്ടലായിട്ട് എത്ര കിട്ടണം? 200 മാർക്ക് കിട്ടണം. ഇതാണ് പറയുന്നത് 40% പെർ സബ്ജക്റ്റ് ആൻഡ് 50% അഗ്രിഗേറ്റ്. CA ഫസ്റ്റ് ലെവലായ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടാണ് +2 സ്റ്റുഡൻറ്റ് അടുത്ത ലെവലായ CA ഇൻ്റർമീഡിയറ്റിലോട്ട് ജോയിൻ ചെയ്യുക. ഇപ്പോൾ 2ാമത്തെ ലെവൽ ഏതാണ്? CA ഇൻ്റർമീഡിയറ്റ്. അപ്പോൾ ഒരു +2 കഴിഞ്ഞ സ്റ്റുഡൻറ്റ് CA ഫൗണ്ടേഷൻ എഴുതുന്നു, അത് കഴിഞ്ഞിട്ട് നേരെ CA ഇൻ്റർമീഡിയറ്റിലോട്ട് ജോയിൻ ചെയ്യും. ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻറ്റിനാണെങ്കിൽ ഫൗണ്ടേഷൻ എഴുതേണ്ട ആവശ്യമില്ല, അവർക്ക് നേരെ എങ്ങോട്ട് ജോയിൻ ചെയ്യാം? CA ഇൻ്റർമീഡിയറ്റിലോട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം CA ഇൻ്റർമീഡിയറ്റിനെ പറ്റി പറയാം. അത് കഴിഞ്ഞതിന് ശേഷം ഡിഗ്രിക്ക് നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാമെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു +2 സ്റ്റുഡൻറ്റ് CA ഫൗണ്ടേഷൻ പാസ്സാവുന്നു, നേരെ CA ഇൻ്റർമീഡിയറ്റിലോട്ട് ജോയിൻ ചെയ്യുന്നു. ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻറ്റ് നേരെ ഇൻ്റർമീഡിയറ്റിലോട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർമീഡിയറ്റിലേക്ക് നമുക്ക് ചിലപ്പോൾ ക്ലാസ്സസിൽ എങ്ങനെ ഉണ്ടാവും? CA ഫൗണ്ടേഷൻ പാസ്സായ സ്റ്റുഡൻസും ഉണ്ടാവും, ഡയറക്റ്റായിട്ട് CA ഇൻ്ററിലോട്ട് ജോയിൻ ചെയ്ത ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസും ഉണ്ടാവും. ഈ 2 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസാണ് CA ഇൻ്റർമീഡിയറ്റിൽ ഉണ്ടാവും. ഇപ്പോൾ ഇൻ്റർമീഡിയറ്റിൽ ശരിക്കും പറഞ്ഞാൽ 6 പേപ്പേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 6 പേപ്പേഴ്സിന് ശരിക്കും 2 ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. നമുക്ക് ആ 2 ഗ്രൂപ്പ് എങ്ങനെയാണെന്ന് പഠിക്കാം. ഓക്കെ, ആദ്യത്തെ ഗ്രൂപ്പ് ടോട്ടൽ 3 സബ്ജക്ട്സ് ഉണ്ട്. ഇപ്പോൾ അക്കൗണ്ട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ ലെവലിൽ പഠിച്ചതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു പേപ്പറാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. 2ാമത്തെ പേപ്പർ ലോ പേപ്പർ പഠിക്കാനുണ്ട്. 3ാമതായിട്ട് ഒരു CAക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ടാക്സ് പേപ്പേഴ്സ് ഉണ്ട്. അത് ഇൻകം ടാക്സിനെ പറ്റിയും പഠിക്കണം, GST എന്ന പേപ്പറിനെ പറ്റിയും പഠിക്കണം. അപ്പോൾ ഇങ്ങനെ 3 പേപ്പേഴ്സാണ് നമ്മുടെ ആദ്യത്തെ ഗ്രൂപ്പിൽ വരുന്നത്. ഇപ്പോൾ 2ാമത്തെ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന പേപ്പറുണ്ട്, FM ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന പേപ്പറുണ്ട്, അതേപോലെ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പേപ്പറുണ്ട്. ഈ 3 പേപ്പേഴ്സാണ് സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്നത്. അപ്പോൾ ഒരു CA ഫൗണ്ടേഷൻ പാസ്സായ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഓക്കെ, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇൻ്ററിലോട്ട് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഇവർ ഈ പറയുന്ന CA ഇൻ്ററിൽ കയറി കഴിഞ്ഞാൽ ഓക്കെ, ഇവർക്ക് ഏകദേശം 600 മാർക്കാണ് ടോട്ടൽ. 6 സബ്ജക്ട്സ് ഉണ്ടല്ലോ, 6 സബ്ജക്ട്സ് ടോട്ടൽ 600 മാർക്കാണ് വരുന്നത്. ഇവർക്ക് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് മാത്രമായിട്ട് എഴുതാൻ പറ്റും. അതായത് ഒരു ഗ്രൂപ്പിൽ 3 സബ്ജക്ട്സ് ഉണ്ട്, ആ 3 സബ്ജക്ട്സിന് ടോട്ടൽ 300 മാർക്കാണ് വരിക. അടുത്ത ഗ്രൂപ്പിൽ 3 സബ്ജക്ട്സ് ഉണ്ട്, അതിന് 300 മാർക്കാണ് വരിക. അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് മാത്രം എഴുതണം തീരുമാനിക്കുന്നവർക്ക് ഒരു ഗ്രൂപ്പ് എഴുതാം, 2 ഗ്രൂപ്പ് എഴുതണം തീരുമാനിക്കുന്നവർക്ക് 2 ഗ്രൂപ്പ് എഴുതാം, അവിടെ ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഫൗണ്ടേഷൻ പാസ്സായി, നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു ഗ്രൂപ്പ് മാത്രം എഴുതണം എന്ന് തോന്നുകയാണെന്ന് വിചാരിച്ചു. നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുക, ആ 3 പേപ്പറിന് വേണ്ടി പഠിക്കുക, എക്സാം എഴുതും. ഇപ്പോൾ എക്സാം എഴുതുന്ന സമയത്ത് ടോട്ടൽ 300 മാർക്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടിയാൽ മതി? ഫൗണ്ടേഷൻ്റെ പാസിംഗ് ക്രൈറ്റീരിയ എന്താണോ അത് തന്നെയാണ് ഇൻ്റർനെയും ക്രൈറ്റീരിയ. മിനിമം ഒരു സബ്ജക്റ്റിൽ 40% കിട്ടണം. മാത്രമല്ല ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 50% കിട്ടണം. അതായത് നിങ്ങളിപ്പോൾ 3 പേപ്പറിലെ ഓരോ പേപ്പറും 40 വെച്ച് കിട്ടിയാൽ 120 എത്തുള്ളൂ. പക്ഷേ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റ് കുറച്ചും കൂടി കൂടുതൽ എടുത്തിട്ട് അത് 150 എത്തിക്കണം. അപ്പോൾ ഇൻഡിവിജ്വലി 40 കിട്ടും വേണം, ടോട്ടലായിട്ട് നോക്കുമ്പോൾ 150+ കിട്ടും വേണം. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇതേപോലെ തന്നെ വേണം നിങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പിലും ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് എഴുതുന്ന സമയത്ത്, അതായത് ഇൻഡിവിജ്വലി ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രമായിട്ട് എഴുതാം, അത് കഴിഞ്ഞിട്ട് വേറൊരു അറ്റംപ്റ്റിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡ് ഗ്രൂപ്പ് മാത്രമായിട്ട് എഴുതാം. ആ സമയത്ത് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ പേപ്പറിന് 40 കിട്ടും വേണം, ടോട്ടലായിട്ട് എന്ത് വേണം? 150 കിട്ടും വേണം. ഇതാണ് നമ്മുടെ പാസിംഗ് ക്രൈറ്റീരിയ. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് വൈസ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ഓരോ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ 40 മാർക്ക് കിട്ടണം. മാത്രമല്ല ടോട്ടലായിട്ട് നിങ്ങൾക്ക് 150 മാർക്ക് കിട്ടും വേണം. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി കാലിബറുള്ള ഒരു കുട്ടിയാണ്, നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, 2 ഗ്രൂപ്പും ടോട്ടലായിട്ട് 6 പേപ്പറും എഴുതാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 6 പേപ്പറും എഴുതാം. 6 പേപ്പറും കൂടി വരുന്ന സമയത്ത് സെയിം രീതിയിൽ നിങ്ങൾ ടോട്ടൽ 6 സബ്ജക്റ്റ് ഉണ്ടല്ലോ, 6 സബ്ജക്ട്സും കൂടിയുടെ ടോട്ടൽ മാർക്ക് 600 ഈ 600-ൽ 50% വരുമ്പോൾ 300 മാർക്ക് കിട്ടിയാൽ മതി. അപ്പോഴും ഓരോ സബ്ജക്റ്റിലും 40 വെച്ച് കിട്ടിയാൽ മതി. അപ്പോൾ 40 വെച്ച് കിട്ടാം. ടോട്ടലായിട്ട് എത്ര കിട്ടിയാൽ മതി? 300 കിട്ടിയാൽ മതി.
ഇവിടെ ഒരു 2 ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഞാൻ പറഞ്ഞു, ഒരു ഗ്രൂപ്പ് ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം എഴുതുമ്പോൾ നിങ്ങൾക്ക് 150 മിനിമം കിട്ടണം. അടുത്ത ഗ്രൂപ്പിൽ എന്ത് കിട്ടണം? മിനിമം 150 കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ 2 ഗ്രൂപ്പും എഴുതാൻ വരുന്നൊരു കുട്ടി, നല്ല കോൺഫിഡൻസ് ആയിട്ട് 2 ഗ്രൂപ്പും എഴുതാൻ വരുന്നൊരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ഗ്രൂപ്പിലും ടോട്ടലായിട്ട് 300 മതിയല്ലോ. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ ഫസ്റ്റ് പേപ്പർ അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് 180 മാർക്കോളം ഫസ്റ്റ് ഗ്രൂപ്പിൽ കിട്ടിയെന്ന് വിചാരിക്കും. സെക്കൻഡ് ഗ്രൂപ്പിൽ എല്ലാ പേപ്പറിലും ഒരു 40 മാർക്ക് വെച്ച് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഗ്രൂപ്പിൽ 180 ഉള്ളൂ, പക്ഷേ അപ്പുറത്തെ ഗ്രൂപ്പിൽ 120 ഉള്ളൂ. ഓക്കെ, ടോട്ടൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് 300 ഉണ്ടോ? യെസ്, 300 ഉണ്ട്. ഓരോ സബ്ജക്റ്റിലും 40 വെച്ചിട്ടുണ്ടോ? യെസ്, 40 മാർക്കുണ്ട്. മതി, പാസ്സായി. സോ ഇതാണ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യാന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതായത് നിങ്ങൾക്ക് 2 ഗ്രൂപ്പും എഴുതുന്ന ഒരു കുട്ടിക്ക് ഈ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ഉണ്ടാകും. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അതായത് നിങ്ങൾ മുമ്പേ കേൾക്കുന്ന ഒരു കാര്യമാണ്, സിയുടെ ഒരു സബ്ജക്റ്റ് ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എല്ലാം എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാറുണ്ട്. ഒരു ഗ്രൂപ്പിൽ 3 സബ്ജക്ട്സാണ്. നിങ്ങൾക്കിപ്പോൾ ഇൻ കേസ് ഒരു സബ്ജക്റ്റിൽ ഒരു 60 മാർക്കിൽ കൂടുതൽ കിട്ടിയെന്ന് വിചാരിച്ചു. 60 മാർക്കിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എക്സംഷൻ കിട്ടുമെന്ന് പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ടോട്ടൽ 3 സബ്ജക്ട്സുകൾ. ആ 3 സബ്ജക്ട്സിൽ ഒരു പേപ്പർ നിങ്ങൾക്ക് 60 കൂടുതൽ കിട്ടി, ബാക്കി 2 നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കും. അടുത്ത പ്രാവശ്യം എഴുതുന്ന സമയത്ത് ഈ പേപ്പർ എഴുതണ്ട, ബാക്കി 2 പേപ്പറും കൂടി എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആദ്യത്തെ പേപ്പറിലെ 60 മാർക്കാണ് കിട്ടിയത് വിചാരിക്കും. ഒരു ഗ്രൂപ്പിൽ വേണ്ടത് 150 ആണ്. ആദ്യത്തെ പേപ്പറിൽ നിങ്ങൾക്ക് 60 മാർക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ എക്സാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര ചെയ്താൽ മതി? ജസ്റ്റ് 90 മാർക്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാണ്. സോ അത്രയും അഡ്വാൻറ്റേജ് ആണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് CA കോഴ്സ് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ റെഡി ആണെങ്കിൽ പാസ്സാകാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ നിങ്ങൾ CA ഇൻ്റർ പാസ്സായതിനു ശേഷം നെക്സ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ CA ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു CAയുടെ ഓഫീസിൽ പോയിട്ട് നിങ്ങളൊരു 2 വർഷം അവിടെ ട്രെയിൻ ചെയ്യണം. അതായത് അവരെന്താണോ വർക്ക് ചെയ്യുന്നത്, ഒരു CA കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്താണോ അവർ അവിടെ വർക്ക് ചെയ്യുക, അതേപോലെ അവിടുത്തെ സ്റ്റാഫ് എന്താണ് വർക്ക് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ചെറിയൊരു സ്റ്റൈപ്പൻഡ് എന്ന രീതിയിൽ കിട്ടും. അപ്പോൾ ഇത് ശരിക്കും 2 വർഷമാണുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസത്തെ സ്റ്റഡി പീരീഡ് കഴിഞ്ഞിട്ടാണ് CAയുടെ ഫൈനൽ ലെവൽ വരും. CAയുടെ ഫൈനൽ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ CA ഇൻ്റർ എന്താണോ പറഞ്ഞത് അതേപോലെ തന്നെയാണ് CA ഫൈനൽ ലെവലും വരാം. ടോട്ടൽ എത്ര പേപ്പേഴ്സ്? 6 പേപ്പേഴ്സ്. സെയിം പാസിംഗ് ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ സെയിം. ഗ്രൂപ്പ് വൈസ് ആയിട്ട് എഴുതാൻ പറ്റുമോ? യെസ്, സെയിം എഴുതാൻ പറ്റും. മാർക്ക് എങ്ങനെയാണ് വേണ്ടത്? ഓരോ സബ്ജക്റ്റും 40 വെച്ചിട്ട് കിട്ടിയാൽ മതി. ടോട്ടലായിട്ട് അഗ്രിഗേറ്റ് 50% കിട്ടിയാൽ മതി. മാത്രമല്ല ബോത്ത് ഗ്രൂപ്പ്സ് എഴുതാൻ പറ്റുമോ? യെസ്, ബോത്ത് ഗ്രൂപ്പ്സ് എഴുതാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സെറ്റ് ഓഫ് ഉണ്ടോ? യെസ്, സെറ്റ് ഓഫ് ഉണ്ട്. അതേപോലെ എക്സംഷൻ കിട്ടുമോ? യെസ്, എക്സംഷൻ കിട്ടും. സോ ഇങ്ങനെ നിങ്ങൾ +2 കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ CA ഫൗണ്ടേഷൻ, CA ഇൻ്റർ, 2 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ്, അത് കഴിഞ്ഞ് ഫൈനൽ എന്ന രീതിയിൽ വരുമ്പോൾ മിനിമം ഒരു 5 വർഷമെങ്കിലും എടുക്കും നിങ്ങൾ CA കംപ്ലീറ്റ് ചെയ്യാൻ. അതായത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾ 4.5 to 5 ഇയേഴ്സിലാണ് CA കംപ്ലീറ്റ് ചെയ്യുക. സോ ഓൺ ആൻ ആവറേജ് ഒരു 5 to 6 ഇയേഴ്സിനുള്ളിൽ ഓരോ ആൾക്കാരും കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. നേരെ മറിച്ച് നിങ്ങൾ ഡയറക്റ്റ് എൻട്രി റൂട്ടിൽ, അതായത് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് BCom കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ 55% എങ്കിലും മിനിമം വേണം. അതേപോലെ BCom ചെയ്യാത്ത വേറെ ഏതെങ്കിലും ഡിഗ്രി ആണുള്ളതെങ്കിൽ 60% ആണ് മിനിമം വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡയറക്റ്റായിട്ട് ഇൻ്ററിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് ഇൻ്ററിലോട്ട് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏകദേശം ഒരു CA ഫൗണ്ടേഷൻ ജോയിൻ ചെയ്ത സ്റ്റുഡൻറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 6 മാസത്തെ അല്ലെങ്കിൽ 8 മാസത്തേക്ക് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്, ഡിഗ്രി കഴിഞ്ഞിട്ട് ചെയ്യുന്നതല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളിപ്പോൾ പഠിക്കുന്നത് +2 ആണ്. നിങ്ങളുടെ തീരുമാനം CA ജോയിൻ ചെയ്യുക എന്നുള്ളതാണെങ്കിൽ +2 കഴിഞ്ഞിട്ട് തന്നെ ജോയിൻ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷേ നേരെ മറിച്ചിട്ട് നിങ്ങളിപ്പോൾ ഓൾറെഡി ഡിഗ്രി എത്തിയ ഒരു സ്റ്റുഡൻ്റ് ആണ്, ഇനി CA ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഓപ്റ്റ് ചെയ്യാം. പക്ഷേ +2 ഉണ്ടാകുന്ന സമയത്ത് ഇനി ഡിഗ്രി കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് CAക്ക് കയറാം എന്ന ചിന്തയിൽ വരണ്ട. അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ ഇൻ്റർമീഡിയറ്റിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻ്റർമീഡിയറ്റിൻ്റെ ക്ലാസ്സസിൽ തന്നെ ഈ CA ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസും CA ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസും ഒരുമിച്ച് ഇരുന്നിട്ടാണ് CA ഇൻ്ററിൽ പഠിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും കണ്ടുവരുന്ന കാര്യം CA ഫൗണ്ടേഷൻ പഠിച്ചു കഴിഞ്ഞ സ്റ്റുഡൻസിന് കുറച്ചും കൂടി ക്യാച്ചിങ് കപ്പാസിറ്റി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ +2 ആണ് പഠിക്കുന്നതെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ് ചോയ്സ്. നിങ്ങൾ ഇപ്പോൾ തന്നെ +2 കഴിയുന്നത് എപ്പോഴാണോ അപ്പോൾ തന്നെ CAക്ക് ജോയിൻ ചെയ്യാം. CA ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് ആദ്യത്തെ 2 പേപ്പേഴ്സ് കംപ്ലീറ്റ്ലി ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. ബാക്കി 2 പേപ്പേഴ്സ് കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റീവ് പേപ്പേഴ്സാണ്, MCQ ലെവലിലായിരിക്കും വരാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെന്നുള്ളതാണ്. ഇനി CA ഇൻ്ററിലോട്ടും ഫൈനലിലോട്ടും വരുന്ന സമയത്ത്
എല്ലാ സബ്ജക്ട്സിലും 30% MCQ, ബാക്കി 70% ഡിസ്ക്രിപ്റ്റീവ്. ആ ഒരു രീതിയിലാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 30% MCQയുടെ ഒരു പ്രത്യേകത പറഞ്ഞുതരാം. ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പോൾ CA ഫൗണ്ടേഷൻ ലെവലിൽ മാത്രമാണ് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളൂ. ബാക്കി 2 ലെവലിലും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇതുവരെ ICA കൊണ്ടുവന്നിട്ടില്ല, ഇനി അങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ICA എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, എന്താണ് ICA? ഈ പറഞ്ഞ CAയുടെ ഗവേണിംഗ് ബോഡി എന്ന രീതിയിൽ തന്നെ പറയാം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനാണെങ്കിലും CAക്ക് രജിസ്റ്റർ ചെയ്യാനാണെങ്കിലും എക്സാംസ് കണ്ടക്ഷൻ ആണെങ്കിലും ഇതിനെ ഫുള്ള് റെഗുലേറ്റ് ചെയ്യുന്നതാണെങ്കിലും എല്ലാം ICA ത്രൂ ആണ് നടത്തുക. ഇനി നമുക്ക് ഈ കോഴ്സ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്തുള്ള ഫീസിനെ പറ്റി ഒന്ന് നോക്കാം. ഇപ്പോൾ CA ഫൗണ്ടേഷനിലാണെങ്കിൽ ഏകദേശം 9,000 റേഞ്ചിലാണ് നമ്മുടെ ഫീസ് വരിക. CA ഇൻ്റർമീഡിയറ്റിലാണെങ്കിൽ ഒരു 18,000-അടുത്താണ് ഫീസ് വരിക. CA ഫൈനൽ ആയിക്കോട്ടെ 22,000 ഫീസ് വരിക. സോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ICAയിലോട്ട് കൊടുക്കേണ്ട ഫീസാണ്. സോ ഈ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബുക്സൊക്കെ കിട്ടും. ഇപ്പോൾ നിങ്ങൾ CA ഫൗണ്ടേഷനും ഇൻ്ററും ഫൈനലൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാനും പറ്റും. ഇത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കുന്ന പൈസയല്ല ഈ പറഞ്ഞ രജിസ്ട്രേഷൻ ഫീസ്. ഈ രജിസ്ട്രേഷൻ ഫീസ് ശരിക്കും നിങ്ങൾ ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ബുക്ക് കിട്ടാൻ വേണ്ടി മാത്രമുള്ളതാണ്. കോച്ചിങ്ങിന് വേണ്ടി നിങ്ങൾ കൊടുക്കേണ്ട ഫീസ് കുറച്ച് വേറെയാണ്. അത് നിങ്ങൾ എവിടെ പോകുന്നു അതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്തത് CA കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തൊക്കെ ജോബ്സിലാണ് പോകാൻ പറ്റുക നോക്കാം. മെയിനായിട്ട് സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന കാര്യം, ഒന്ന് പ്രാക്ടീസ് ചെയ്യാന്ന് പറയും, രണ്ടാമത്തത് ഒരു എംപ്ലോയ്മെൻറ്റ് പോകാമെന്ന് പറയാം. ഓക്കെ, സോ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കാം. പ്രാക്ടീസ് മീൻസ് നമ്മളൊരു CAയുടെ ഓഫീസ് തുടങ്ങുകയാണ്. സോ അതിനുശേഷം നമ്മൾ ഓരോ കമ്പനീസിനെയും ഓരോ ഈ പറഞ്ഞ ഫേംസ്, സോൾ പ്രൊപ്പറേറ്റർ ആയിക്കോട്ടെ പാർട്ട്ണർഷിപ്പ് ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ അക്കൗണ്ട്സ്, ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു ഓഫീസ് സ്ഥാപനം തുടങ്ങണം. സോ അതിനുശേഷം നമ്മൾ പ്രൈവറ്റ് ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാമെന്ന് പറയും. അതല്ല, രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കമ്പനിയിലോ ഒരു വർക്ക് ജോബ് എന്ന രീതിയിൽ പോകാൻ പറ്റും. ഒരു എംപ്ലോയി എന്ന രീതിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എംപ്ലോയി എന്ന രീതിയിൽ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇന്ന് ഏകദേശം ഒരു 6 to 10 lakhs റേഞ്ചിലാണ് പാക്കേജ് വരുന്നത് പെർ ആനം. സോ നോർമലി ഈ പറഞ്ഞ 2 കാര്യങ്ങളാണ് ഓരോ കുട്ടികളും ചെയ്യാറുള്ളത്, പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് പോകാം. പിന്നെ കുറച്ച് പേര് ടീച്ചിങ് ഫീൽഡിലോട്ട് കയറാറുണ്ട്. സോ ടീച്ചിങ് ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. നല്ലപോലെ പാഷനുള്ള ആൾക്കാർക്ക് ഈ ടീച്ചിങ് ഫീൽഡിലോട്ട് കയറാൻ പറ്റും. ഇത് മാത്രമല്ല, നിങ്ങളുടെ താല്പര്യം എന്താണോ, ഒരു ബിസിനസ് തുടങ്ങാനുള്ളതാണെങ്കിൽ CA കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ ടാക്സിനെ പറ്റിയിട്ടും അക്കൗണ്ട്സിനെ പറ്റിയിട്ടും ഓഡിറ്റിനെ പറ്റിയിട്ടൊക്കെയുള്ള ഇൻഫോർമേഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. സോ ഈ ഇൻഫോർമേഷൻസ് നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ബിസിനസ് സ്ഥാപനം നടത്താൻ പറ്റും. നോർമലി ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഒരു CA ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് കണ്ടൻസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.